എന്നെ കണ്ടപ്പോൾ നീ കരയണ്ടായിരുന്നു. കാഷ്വലായിട്ട് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നെയും വിട്ടിയാക്കാമായിരുന്നു നിനക്ക്, അല്ലേ? എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? 2 years. വളരെ ആക്സിഡന്റലായി പരിചയപ്പെട്ടതാ ഞങ്ങൾ. ആണിനോടുള്ള കൊതി കൊണ്ടൊന്നുമല്ല. സലീം ഒരു ആശ്വാസ. പ്ലീസ്, ഇതുപോലത്തെ ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ ജസ്റ്റിഫിക്കേഷൻ അല്ല എനിക്ക് ആവശ്യം. ഇനി എന്താ നിന്റെ തീരുമാനം? ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെങ്കിൽ ഇന്നത് കണ്ടിട്ടില്ലെന്ന് ഞാൻ സമാധാനിച്ചോളാം. ആൻസി പോലും അറിയില്ല. അങ്ങനെ ഒരു വാക്ക് വേണം എനിക്ക് നിന്നിൽ നിന്നും. ഉണ്ണി അത്രയ്ക്ക് അന്യനാണോ നിനക്ക്? പ്ലീസ് മീര, ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു. ദിസ് മാൻ ഇസ് നോട്ട് ഗുഡ് ഫോർ യു. അച്ഛനത് പറയാം. എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും വേണം എന്റെ ജീവിതത്തിൽ. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അറ്റ്ലീസ്റ്റ് ഓപ്പൺ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനെങ്കിൽ ഒരാള്. ഉണ്ണി കുടുംബം നോക്കണ്ട, റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യണ്ട. പക്ഷേ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന മിനിമം റിക്വയർമെന്റ്സ് അതെങ്കിലും എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ സലീമിനെ എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അറിഞ്ഞുകൊണ്ടൊരു നല്ലതിനെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. നിനക്ക് എന്ത് എക്സ്പ്ലനേഷനും പറയാം മീര, പക്ഷെ തെറ്റാണ് നീ ചെയ്യുന്നത്. ആൻഡ് യു നോ ഇറ്റ്. ഇല്ല, എന്റെ ശരിയാണ് ഞാൻ ചെയ്തത്. എന്റെ ഭാഗത്ത് നിന്ന് ജോസച്ചയെ ഒന്നുകൂടി ചിന്തിച്ചു നോക്ക്. അതാണ് നിന്റെ തീരുമാനമെങ്കിൽ എനിക്ക് ഉണ്ണിയോട് തുറന്നു പറയേണ്ടി വരും. എനിക്കവനെ വഞ്ചിക്കാൻ പറ്റില്ല. ആ, ഇതാ ജോസപ്പാപ്പന്റെ വീട്. എങ്ങനെയുണ്ട്? ചെറിയ വീടാണല്ലോ. അത് പുറമേ കാണുമ്പോ തോന്നുന്നതാ. 3 നിലയായത്. ദാ ഇത് ബേസ്മെന്റ്, അതിന്റെ മുകളിൽ 2 നില, അതിന്റെ പുറകെ സ്വിമ്മിംഗ് പൂൾ. ഇവിടെയാണോ സുമിയന്റെയും ബിന്ദുച്ചേച്ചിയും താമസിക്കാൻ പോകുന്ന അമേരിക്ക ചെന്നാല്? കുറച്ച് ദിവസം. അത് കഴിഞ്ഞാല്? അപ്പോഴേക്ക് എനിക്ക് ജോലി കിട്ടില്ലേ. അപ്പൊ ഞങ്ങള് വേറെ വീട് മാറും. അപ്പൊ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരില്ലേ? ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താ, നിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയാ പോരെ? അത് വെറുതെ. കാര്യായിട്ട് എനിക്കൊരു ജോലി കിട്ടിയ നിന്റെ ആദ്യത്തെ വെക്കേഷൻ അമേരിക്കയില്, എന്റെ അമ്മയുടെയും കൂടെ. ഇനി വാക്ക് മാറരുത്. ഞാൻ പറഞ്ഞാ നിനക്ക് വിശ്വാസമില്ലേ? എന്നാലും കാര്യമില്ല. ഡാഡിനെ വിട്ടിട്ട് വേണ്ടേ? അതൊക്കെ വിടും. ഒക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. ആരാ നീലു? ചേച്ചി, ഡാഡി വന്നു. പറഞ്ഞപ്പോഴേക്കും ചാച്ചനിങ് വന്നോ? അല്ല, നീ ഇതപ്പോ വന്ന്? കുറച്ചേരായി. ഇച്ചായം വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി ഇരിക്കായിരുന്നു. എന്നാ നിങ്ങൾക്ക് പോകേണ്ടത്? ഈ വെള്ളിയാഴ്ച. നെടുമ്പാശ്ശേരിന്നല്ലേ? ആ, അതെ. മദ്രാസില് വിചാരിച്ചത്ര പ്രയാസം ഉണ്ടായില്ല. അധികം ചോദ്യമൊന്നും അവർ ചോദിച്ചില്ല. അമേരിക്കയിലെത്തിയ അവിടെ എയർപോർട്ടിൽ വെച്ച് വേറെ ഇന്റർവ്യൂ ഉണ്ട്. അത് ക്ലിയർ ചെയ്താലേ എയർപോർട്ടിൽ നിന്ന് പോകാൻ അവർ സമ്മതിക്കുള്ളൂ. അല്ല, അത് ജോസ്റ്റാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഇവിടുന്ന് ക്ലിയർ ചെയ്താ അങ്ങനെ നോർമലി പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. ആ ആന്റണിയുടെ മോന് അങ്ങനെ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുന്ന കേട്ട്. 2 ദിവസം അവനെ പിടിച്ച് ജയിലിലിട്ടത്രേ. അടുത്ത ഫ്ലൈറ്റിന്റെ സമയം വരെ ജയിലില്. അതാത്രേ കണക്ക്. ഓരോ രാജ്യങ്ങളിൽ ഓരോ നിയമങ്ങളെ. നമുക്ക് മിണ്ടാൻ പറ്റുമോ? നീ ഇച്ചായം പറഞ്ഞത് കേട്ടോ മോളെ? എന്ത്? അത് വിട്ടുകളാ. ഇനി അതോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇവക്ക് അത്യാവശ്യം ഡ്രസ് വല്ലതും വാങ്ങിച്ചോ? കുറച്ച്. അവിടെ കോളേജിലൊക്കെ പോയി പഠിക്കേണ്ടതല്ലേ. അവസാനം ഇച്ചായനൊരു മോശപ്പേരുണ്ടാക്കി വെക്കരുത്. അപ്പോഴേ നിനക്ക് കാശ് വല്ലതും വേണോ? വേണ്ട, അത്യാവശ്യമുള്ളത് എന്റെ കയ്യിലുണ്ട്. നിങ്ങള് ഊണ് കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ? അല്ല, പോയിട്ട് തിരക്കുണ്ട്. ഞങ്ങൾ ഇച്ചായനെ കണ്ടിട്ട് ഇറങ്ങാനിരിക്കായിരുന്നു. എന്നാ പോയിട്ട് വാ. ഇവളുടെ ജീവിതം എങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ.
അമ്മേ, അമ്മേ, ഈ അമ്മ ഇതെവിടെ പോയി? അമ്മ ഇവിടെ നിൽക്കായിരുന്നോ? എന്തേ? ഇന്നലെ വാങ്ങിച്ച ആ സ്വെറ്റർ അമ്മ എവിടെയാ വെച്ചത്? സെറ്റർ അത് നിന്റെ കയ്യിലല്ലേ? എന്താ അമ്മയ്ക്ക് പറ്റിയേ? നമ്മൾ നാളെ പോയി കഴിഞ്ഞാ ആരാ ഇനി ഇവിടെ ദിവസം വിളക്ക് കൊളുത്ത്? ഒന്നും വേണ്ടായിരുന്നു തോന്നാ ഇപ്പൊ. ഈ ചെറിയ ലോകം മതിയായിരുന്നു നമുക്ക്. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന് സന്തോഷ, എനിക്കറിയാം. അമ്മ നോക്കിക്കോ, ഒരു ദിവസം നമ്മൾ ഇവിടെ തിരിച്ചു വരും. ഈ പോകുന്ന പോലെ കാൽ കാശിന് ഗതിയില്ലാത്തവരായിട്ടല്ല. അന്ന് ഞാൻ അച്ഛന് വേണ്ടി ഒരു സ്മാരകം പണിയും. എല്ലാവരും ഓർക്കാനായി ഒരു സ്മാരകം. ഞാൻ തമാശ പറയുന്നതല്ല. എന്റെ മോളെ, അമ്മ, ഇറങ്ങാം, ഇറങ്ങാം അമ്മേ. സമയമായി. വാ അമ്മേ. സ്ലോ മോഷനിലാക്കണ്ട, ഒന്ന് വേഗം ഇറങ്ങ്. ഇറങ്ങട്ടെ ഭവാനി? ആ ശരി, മോള് നന്നായി വരും. വാ മോളെ. അവളെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. 8:30-ക്കല്ലേ ഫ്ലൈറ്റ്? അതെ, സന്തോഷമായി. ഒന്ന് വരാൻ തോന്നിയല്ലോ ഇച്ചായന്. നീയൊന്ന് കേറുന്നുണ്ടോ? വരട്ടെ അളയമ്മേ. ശരി മോളെ. നീലു, ആ നിങ്ങൾ വാ. ആ, ഇത് ഇന്ത്യ, ഇത് അമേരിക്ക. അപ്പോ ശരിക്കും ഇന്ത്യയുടെ ഓപ്പോസിറ്റ് സൈഡിലാണല്ലോ അമേരിക്ക. അതാണ് ഇവിടെ പകലായിരിക്കുമ്പോ അവിടെ രാത്രിയാവുന്നത്. ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചേ. എന്തിനാ ഈ കടന്ന് ബഹളം വെക്കുന്നേ? ഡാഡി, ഇവിടെ പകലാകുമ്പോ അമേരിക്കയുടെ രാത്രിയാവുന്ന എന്താണെന്ന് അറിയണ്ടേ? ബിക്കോസ് വി ആർ ജസ്റ്റ് ഇൻ ഓപ്പോസിറ്റ് സൈഡ്. എടീ മണ്ടൂസേ, ഇത് മനസ്സിലാക്കാൻ നിനക്ക് 8ാം ക്ലാസ് വരെ പഠിക്കേണ്ടി വന്നല്ലോ. ആ, ബുദ്ധിയുടെ കാര്യത്തിൽ അമ്മയും മോളും ഒരുപോലെ തന്നെ. എന്താ മനുഷ്യ, എനിക്ക് ബുദ്ധിക്കൊരു കുറവ്. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിലേ ഈ സുമിക്കും മോക്കും മുമ്പേ നമ്മൾ അമേരിക്കയിൽ താമസമാക്കിയേനെ. അവരിപ്പോ എത്തിക്കാണോ? ഇനി മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും കഴിഞ്ഞേ അവര് ന്യൂയോർക്കിൽ എത്തും. ജോസപ്പാപ്പനെ കാണുന്നില്ലല്ലോ അമ്മേ. ഇനി മറന്നെങ്ങാനും പോയി കാണൂ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പാപ്പന്റെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇച്ചായന്റെ നമ്പർ ഓർമ്മയുണ്ടോ നിനക്ക്? അതെനിക്ക് ബൈഹാട്ടാ. 201-308-7576.
കിട്ടുന്നില്ലല്ലോ. ബിന്ദു വെൽക്കം. മോളെ സെക്കൻഡ് ടെർമിനലിൽ അവിടെ നിൽക്കാനല്ലേ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞത്. ഞാനിനി തരാൻ സ്ഥലമില്ല ബാക്കി. ഞങ്ങളും കൊറേ തെരഞ്ഞ അപ്പാപ്പ. ഇവിടെ ഇറങ്ങിയപ്പോ തന്നെയുള്ള ധൈര്യമൊക്കെ പോയി. എന്തിന്? വാ വാ മോളെ വാ. അപ്പാപ്പ, അമ്മയുടെ പേടിയെ പറ്റി പറഞ്ഞാ ചിരി വരും. വിമാനം പൊങ്ങിയാ പേടി, ഇറങ്ങിയാ പേടി, ആളുകളെ കണ്ടാ പേടി, കാണാതിരുന്നാ പേടി, ആരെങ്കിലും ഒന്ന് മിണ്ടിയാ പേടി. ഒന്നും പറയണ്ട എന്റെ അപ്പാപ്പ. ഓ, ഇവളൊരു ധൈര്യശാലി കൂടെയുള്ള ആശ്വാസം. ആൻസി എന്താ വരാത്തെ? അവക്ക് ഓഫീസുള്ളല്ലേ. ഞാൻ തന്നെ 100 തിരക്കിനിടയിലാ വന്നത്. അപ്പൊ ബീനയോ? അവക്ക് ക്ലാസ്സിൽ പോണ്ടേ. ദേ നമ്മുടെ കാർ അവിടെയാ. വാ. ഞാൻ എടുക്കാം. അതൊക്കെ പിന്നെ എടുക്കാൻ സുമി. വാ. നോക്കമ്മേ, അപ്പാപ്പ ഇതൊരു കൊട്ടാരമാണല്ലോ. ആ, എനിക്ക് ഉടനെ ഓഫീസിൽ പോണം. വാ, നിങ്ങളുടെ മുറി കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ മുറി. ആ മോളെ, ഇതാണ് ബാത്റൂം. ആദ്യം നിങ്ങൾ കുളിച്ചൊന്ന് ഫ്രഷ് ആകും. അപ്പോഴത്തേക്ക് ആൻസി ഇങ്ങെത്തും. ഈ ചായം പോയാ പിന്നെ ഞങ്ങളിവിടെ തനിച്ച്. അതിനെന്താ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായിപ്പോയി. അതുകൊണ്ട് പോകാതെ പറ്റില്ല. ആ, ആൻസി നേരത്തെ ഇങ്ങ് വരും. ഇന്ന് രാവിലെ പറഞ്ഞിട്ടാ പോയത്. ആ, പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ളൊക്കെ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഡോർ ലോക്ക് ഇട്ട് പോവാം. യെസ്, ഐ എം കമ്മിങ്. ഹാവ് സം പേഷ്യൻസ് വിക്ടർ. ഓക്കെ, ടെൽ മീ. അമ്മേ, ഇത് കണ്ടോ? കർത്താവേ, ഇങ്ങനെ ഒരു കുളിമുറിയോ? ഒന്ന് കുളിച്ചോന്ന് വരുത്തിയിട്ട് ഈ വീട് മുഴുവൻ ചുറ്റി കാണണം. അമ്മ എണ്ണിയോ? 4 നിലയാ. 3 പേര് താമസിക്കുന്ന ഒരു വീടേ. ബീനയുടെ ഒരു ഭാഗ്യം. ആ, താഴെ പോയി നീ ആ പെട്ടി എടുത്തോണ്ട് വാ. ആ, സുമ ആന്റി, ബിന്ദു, ഇവരെവിടെ പോയി? How sweet. മോളെ, Welcome to America, auntie. വേണ്ട വേണ്ട വേണ്ട, take rest. മോളെ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. കോളേജ് വിട്ട് ഈ നേരത്താണോ വരുന്നേ? It depends. എപ്പോഴും ലേറ്റ് ആവും. പിന്നെ ആന്റിനെ ബിന്ദുനെ കാണാൻ ഓടി വന്നതാ. മോളെ, ഞാൻ മോക്ക് ചായ ഇടാം. വേണ്ട, I'm not hungry anyway. വിശക്കുമ്പോഴാണോ ചായ കുടിക്കുന്നേ? ഓരോരോ ശീലങ്ങള്. മോൾ എന്റെ കൂടെ വാ. എനിക്ക് ഇവിടുത്തെ അടുക്കളയിൽ പെരുമാറാനൊന്നും അറിയില്ല. വേണ്ടെന്നേ, ആന്റി ഇവിടെ റെസ്റ്റ് എടുത്തോ. ചായ ഞാൻ ഇട്ടോണ്ട് വരാം.
റിമെമ്പർ ബോത്ത് യു ഗൈസ് ആർ ഗെസ്റ്റ്. ഇവിടെ നല്ല കുട്ടിയായിട്ട് കിടന്നു. നല്ല ക്ഷീണം കാണും. ഓ പിന്നെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് 2 days ഞാൻ മുഴുവൻ ഉറങ്ങിയതാ. ഇനി ഞാൻ വന്നോണ്ട് ഇവളുടെ സെക്യൂരിറ്റി ഫീലിംഗ് കളയണ്ട. കിടന്നുറങ്ങിക്കോ. അപ്പോഴേക്ക് ചായ റെഡി. ഓക്കെ? നമ്മളിങ്ങനെ എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായ ആൻസി? അതെന്താ? ഓരോരുത്തർ ഓരോ വഴിക്കില്ലേ സുമി. പിന്നെ ഇവക്കാണെങ്കിൽ കഴിക്കുന്നതിന് നേരവും കാലവും ഇല്ല. യെസ്, ഐ ആം ഫിനിഷ്ഡ്. ഗുഡ് നൈറ്റ് മോം. ഗുഡ് നൈറ്റ് ആൻഡ്രി. ബൈ ഡാഡ്. താങ്ക് യു മോളെ. സ്വീറ്റ് ഡ്രീംസ്. ഇവളൊന്നും കഴിച്ചില്ലല്ലോ. ഇനി പാതിരാത്രി വരെ ഒരു ജ്യൂസും പിടിച്ചോണ്ട് ആ ഇന്റർനെറ്റിന് മുമ്പായിരിക്കും. ഇന്നിപ്പോ ഇവിടെ വന്നതിനെ നിങ്ങളിവിടെ ഉള്ളോണ്ടാ. ആ ബിന്ദുമോളെ, നീ എന്താ ഒന്നും കഴിക്കാത്തെ? നിനക്ക് ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല, കുറച്ച് കഴിയുമ്പോ എല്ലാം ശീലമായിക്കോളും. അങ്ങനെ ശീലാകാരൊന്നും ഇല്ലെന്നേ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊക്കെ ഇപ്പൊ ഇവിടെയും കിട്ടും. പെട്ടിക്കട പോലെ ഇവിടെ ഇപ്പൊ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. ഇവിടെയൊക്കെ ദോശ കിട്ടുമോ പാപ്പ? ഞങ്ങള് രാത്രി അതാ മിക്കവാറും. എല്ലാം കിട്ടും ഇവിടെ. എന്താ വേണ്ടെന്ന് മോള് പറഞ്ഞാ മതി. ഇന്ന് തന്നെ ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ ഇവളോട് പറഞ്ഞതാ. ഇവള് മറന്നുപോയി. സാരമില്ല, ഇവിടുത്തെ രീതികൾ പോലെ തന്നെ മതി. നീ കഴിക്കുമോളെ? എനിക്ക് മതി. ഞാനൊന്ന് കിടക്കാൻ പോവാ. നല്ല ഉറക്കം വരുന്നു. അമ്മ വാമ്മേ. എന്റെ കൂടെ കിടന്നാലേ ഇവക്ക് ഇപ്പോഴും ഉറക്കം വരുള്ളൂ. നീ ചെല്ല്, അമ്മ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വരാം. സുമി പോയി കിടന്നോളൂ, ഞാൻ കഴുകി വെച്ചോളാം. ഇവിടെ അങ്ങനത്തെ യാതൊരു ഫോർമാലിറ്റീസും ഇല്ല. ഹാ, ചെന്നോളൂ, ചെന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങപ്പോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മ വരുന്നുണ്ടോ? സുമി ഇവിടെ വന്നിട്ട് അവളിൽ എന്തെങ്കിലും ഡിഫറൻസ് ജോസിന് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തേ? അതിന് അവരിന്നിങ്ങെത്തിയല്ലേ ഉള്ളൂ. അതല്ല, സുമിയെ എത്ര നാളുകൂടിയാ ഞാൻ കാണുന്നത്. അവൾക്കാണെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ലല്ലോ. എന്താ നീ പറഞ്ഞോണ്ട് വരുന്നേ? ഓ ശരി, നത്തിങ്. ഇനി ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. സുമിക്ക് എന്ത് മാറ്റം വരാനാ? കുറച്ച് പ്രായം കൂടി കുറെ വണ്ണം വെച്ചു. അതവളുടെ ഒരു ഫ്ലൈറ്റ്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ആവശ്യമില്ലാത്ത കമ്പാരിസൺസ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ ബീനെ നോക്കുമ്പോ ഞാൻ വളരെ ബിസി. അവൾക്ക് വേണ്ടി എനിക്ക് സമയമേ ഇല്ല. സുമിയാണെങ്കിലോ ടോട്ടലി ഫ്രീ. നീ നിന്റെ മനസ്സിൽ നിന്ന് ആദ്യം അതങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇനിയുള്ള കാലം മുഴുവൻ സുമി ഇവിടെ നമ്മുടെ കൂടെ കഴിയേണ്ടവളാ. അത് മറക്കരുത്. ഓക്കെ? ഓക്കെ, ഗുഡ് നൈറ്റ്. ആ എന്താ അമ്മേ? ഈ ഫോട്ടോ വെക്കാൻ ഈ മുറിയിൽ സ്ഥലം അന്വേഷിക്കായിരുന്നു. ഈ പാതിരാത്രിയാണോ സ്ഥലം ഉണ്ടാക്കുന്നേ? അമ്മ വന്ന് കിടക്കുന്നുണ്ടോ? ഉറങ്ങിക്കോ. കർത്താവേ, ഐ ആം സോറി ചയ. എന്തിനാ? മീര തെറ്റിയത് എന്നോടല്ലല്ലോ. രാവിലത്തെ ഉണ്ണിയുടെ പെരുമാറ്റം കണ്ടപ്പോ
അഭിനയിക്കുകയാണോന്ന് ആദ്യം തോന്നി. വലിയൊരു എക്സ്പ്ലോഷന് മുമ്പുള്ള ഒരു സൈലൻസ് പോലെ. പക്ഷെ ഒന്നും ഉണ്ടായില്ല. നിനക്കെന്താ പറ്റിയ മീര? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദാറ്റ് ടു ഫ്രം someone like you. ഉണ്ണിയോട് പറയണമെന്ന് കരുതി തന്നെയാണ് ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷെ എങ്ങനെ ഞാനത് അവനോട് പറയാനാ? അവനൊരു പാവം. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. ചില സിറ്റുവേഷൻസ് ഐ ലവ്സ് മൈസെൽഫ്. തെറ്റുപറ്റിപ്പോയി. മീരയുടെ എക്സ്ക്യൂസ് കേൾക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ എന്താ വേണ്ടത്? ഉണ്ണി അറിയരുത്. ഒന്നും ഉണ്ണി അറിയരുത്. ഇച്ചായൻ എനിക്ക് വാക്ക് തരണം. അവനെ ഇനിയും വഞ്ചിക്കാനും. പേരിനൊരു ഭർത്താവ്. എങ്ങനെയാ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? ഐ ഫീൽ അഷെയിംഡ്. അങ്ങനെയല്ല. ഇനി അങ്ങനൊരു തെറ്റുണ്ടാവില്ല. ഞാൻ വാക്ക് തരുന്നു. വെറുതെ ഉണ്ണിയെപ്പോലെ എന്നെ വഞ്ചിക്കാനാണോ? മീരയുടെ ഇൻഡിപെൻഡൻസും ഡിറ്റർമിനേഷനും ഒക്കെ ഞാനത് കണ്ടതാണ്. അന്ന് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. 2 ദിവസം ന്യൂയോർക്കിൽ വെറുതെ താമസിച്ചു. അപ്പോഴൊക്കെ പല പ്രാവശ്യം ഇച്ചായനെ വിളിക്കാൻ ഒരുങ്ങിയതാ. ഇങ്ങോട്ട് വരുമ്പോ മുഴുവൻ ഉണ്ണി ഇത് അറിഞ്ഞിരിക്കില്ലെന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. ഉണ്ണി എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ. എന്റെ ജീവിതത്തിൽ ഉണ്ണിക്ക് പകരം വെക്കാൻ ഒരാളുണ്ടാവില്ല. ഇനി ഒന്നും ഉണ്ടാവില്ല. ഞാൻ വാക്ക് തരുന്നു ഇച്ചായ. നല്ലത്. നിങ്ങൾ ഏറ്റവും സന്തോഷമായി ജീവിക്കേണ്ടവരാണ്. നിങ്ങളുടെ ലൈഫിൽ മ്യൂസിക്കുണ്ട്, കലയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിതം എങ്ങനെയാണ് ഇല്ലാതായത്? പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. എല്ലാം ശരിയാവും. കുറേയൊക്കെ എന്റെ മിസ്റ്റേക്ക് തന്നെയാ. ഉണ്ണിയുടെ പ്രോബ്ലംസിനെ മനസ്സിലാക്കിയതേ ഇല്ല. ആ ഒരു റിയലൈസേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എണീക്കാം, ലേറ്റാകുന്നു. ഹായ്. ഹാൻസി, 2 ദിവസം ആയല്ലോ നിന്നെ കണ്ടിട്ട്. അത്രയ്ക്ക് ബിസി ആയിരുന്നോ? ഇപ്പോഴാ ഒന്ന് ഫ്രീ ആയത്. തന്നെ പോലെ റിസർച്ചിലെങ്ങാനും വന്ന് ഒതുങ്ങിക്കൂടിയാൽ മതിയായിരുന്നു. അതിന് തലവര വേണം ഹാൻസി. പിന്നെ സുമിയും പിള്ളേരും ഒക്കെ എന്ത് പറയുന്നു? ഇവിടെയൊക്കെ ആയിട്ട് യൂസ്ഡ് ആയോ? പിന്നെ ഞാൻ കരുതിയതിലൊക്കെ വളരെ പെട്ടെന്ന്. ആ ബിന്ദുവിന്റെ കാര്യം കേട്ടോ രസം. കുഗ്രാമത്തിൽ നിന്ന് വന്ന കുട്ടിയാണെന്ന് വർത്തമാനം കേട്ടാ തോന്നുകയില്ല. അത്രയ്ക്ക് പ്ലസന്റാ. നമ്മളും ഒക്കെ അങ്ങനെയൊക്കെ വന്നവരല്ലേ ഹാൻസി. ഏതായാലും കൊള്ളാം. ഒരു ദിവസം ഒഴിവ് നോക്കി അവരെ എല്ലാവരെയും കൂട്ടി വീട്ടിലേക്കൊന്ന് ഇറങ്ങ്. ജോസ് ഇന്നലെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അവരെയും കൂട്ടി പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ലല്ലോന്ന്. അല്ല, സോഫി എന്തു പറയുന്നു? എന്തേ? നീ വാ, പറയാം. ഹാൻസിക്കറിയോ, അന്നത്തെ ആ പ്രപ്പോസലിന് ശേഷം എത്ര നല്ല ആലോചനകൾ വന്നത് അവക്ക്. ഒന്നിനും അവൾ സമ്മതിക്കുന്നില്ല. അല്ല, എന്താ സോഫിയുടെ ഉദ്ദേശം? അവക്കിനിയും സമയം വേണമെന്ന്. 29 വയസ്സായി കഴിഞ്ഞ മാർച്ചിന് അവൾക്ക് തികഞ്ഞത്. ഇനി എങ്ങോട്ട് കാത്തിരിക്കാൻ ഹാൻസി? എന്ന് കരുതി നമ്മൾ ധൃതി വെച്ചതുകൊണ്ടായില്ലല്ലോ റീത്ത. അല്ലാതെ പിന്നെ ബീനയ്ക്ക് സോഫിയുടെ വയസ്സാവുമ്പോൾ മനസ്സിലാവും ഹാൻസിക്ക് എന്റെ വിഷമം. കർത്താവ് അനുഗ്രഹിച്ച് മറ്റൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ബീനയുടെ കാര്യത്തിൽ എന്തായാലും അങ്ങനെ ഒരു പേടിയില്ല. മാട്രിമോണിയലിന്റെ സർവീസ് തന്നെ അനാവശ്യമാണെന്ന് അവളുടെ പോയിന്റ്. കോളേജിലും പരിചയത്തിലുമായി എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്. അവരിൽ ആരെങ്കിലും ഫിക്സ് ചെയ്ത് കെട്ടിയാ പോരെന്നാ അവളുടെ ക്വസ്റ്റ്യൻ. പിള്ളേരുടെ ഓരോ കാര്യങ്ങളല്ലേ. സോഫിയും ഇങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ നല്ല കുടുംബത്തിൽ പിറന്ന എത്രയോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവൾക്ക് പഠിക്കുന്ന കാലത്ത്. അൺഫോർച്ചുനേറ്റ്. എന്തായാലും ഒരാശ്വാസം, അവൾ ഇതിനെക്കുറിച്ചൊന്നും ഒട്ടും ബോധമല്ല എന്നുള്ളതാ. പക്ഷേ എന്റെ വിഷമം അവൾ അതുകൂടി അറിയണ്ടേ ഹാൻസി? എന്റെ റിലേഷനിലൊരു പയ്യനുണ്ട്. റീത്തയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോ കണ്ടതാ. നല്ല മിടുമിടുക്കം പയ്യൻ. മോളി ചേച്ചിയുടെ ആങ്ങളയുടെ മോനാ റോയ്.
അവന് അമേരിക്കയിലേക്ക് എമിഗ്രേറ്റ് ചെയ്യാനും താല്പര്യമുണ്ട്. എന്ത് പഠിച്ചതാ? ഹീസ് എൻ എഞ്ചിനീയർ. പിന്നെ വേറെ എന്തൊക്കെയോ കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഎംപ്ലോയിഡാ. തൊഴിലില്ലാത്തത് ഒരു കുറവായിട്ട് തോന്നുന്നില്ല എങ്കിൽ റീത്തയ്ക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ മോളിച്ചിച്ചോട് സംസാരിക്കാം. പ്രായം കൊണ്ടും സോഫിക്ക് ചേരും. ഹീസ് ഇൻ ഹിസ് ഏർലി 30s. നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ ആൻസി. ഇവിടെ വന്ന ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ് അതൊരു പ്രശ്നമാവില്ല. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ. പിന്നെ കുരിശിങ്കൽ തറവാട്ടിലെ ചെറുക്കൻ അതിന്റെ ഗുണം കാണിക്കാതിരിക്കുവോ? അതൊന്നും എനിക്കറിയാമല്ല. ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ റോയിയെ. ബട്ട് ഐ വാസ് ഇംപ്രസ്ഡ്. റീത്ത സോഫിയോടൊന്ന് സംസാരിക്കേ. റോയിയുടെ ഭാഗത്തുനിന്ന് എതിർപ്പൊന്നും വരാൻ സാധ്യതയില്ല. എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞ് നിൽക്കുക. ഓ, അവളോട് എന്ത് സംസാരിക്കാനാ ആൻസി? നീ മോളിയോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ആ ചെറുക്കന്റെ ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഇങ്ങോട്ട് അയച്ചു തരാൻ പറ. റീത്തയുടെ ഈ തിരക്കാ പ്രോബ്ലം. റീത്ത തീരുമാനിക്കുന്ന ആളെ തന്നെ സോഫി കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ? സോഫി ഒരു മാരീഡ് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. ഈയിടെ സംസാരിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ ഈ എതിർപ്പ് അവളുടെ നേച്ചറിന്റെ ഒരു ഭാഗമാ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറച്ചൊക്കെ അവളുടെ ഇഷ്ടങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. സോഫിക്ക് റോയിയെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഇവിടെ വന്ന് മിങ്കിൾ ചെയ്യാനുള്ള സൊഫിസ്റ്റിക്കേഷനും ക്ലാസും റോയിക്കുണ്ടെന്നാ എനിക്ക് തോന്നിയത്. സോഫിയുടെ ഒരു ടേസ്റ്റേ വേറെയാ. പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ആൻസി. അതാ പ്രോബ്ലം. എവറിത്തിങ് വിൽ വർക്ക് ഔട്ട് ഫൈൻ റീത്ത. അതിനിടയിൽ ചോദിക്കാൻ മറന്നുപോയി. സുമി, നീ പേടിച്ചതുപോലെയൊന്നും ആവില്ലല്ലോ അല്ലേ? അതൊരു സാധുവാ. എങ്കിലും സുമി എന്റെ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം എന്റെ മനസ്സിൽ തീ തന്നെയാ. നല്ല നാത്തുന്റെ വേഷം ഞാൻ വെറുതെ എല്ലാവരുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതാ. എനിക്ക് സുമിയെ പേടിയാ റീത്ത. ഒരമ്മയുടെ കണ്ണുകൊണ്ടല്ലേ അവക്ക് ബീനെ കാണാൻ പറ്റൂ. അതും ശരി തന്നെ. ഏതായാലും അവരിങ്ങെത്തിയതല്ലേ ഉള്ളൂ. നമുക്കെന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ആൻസി.